ഇതിലൊരു സെക്കൻഡ് റോപ്പായിട്ട് നമ്മൾ കൊടുക്കുന്ന ഈ ഒരു ഐറ്റം ഈ റോപ്പ് കൊണ്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇത് ഇതേമാതിരി തന്നെ ലോക്ക് ഇതിൽ വരുന്നത്. ഇതിലിട്ട് കഴിഞ്ഞാൽ ത്രെഡ് ചെയ്തിടുക. ഇതിൻ്റെ ആവശ്യം എന്ന് പറയണത് നമ്മളിപ്പോൾ കയറിപ്പോണ്. അപ്പോൾ ഈ ഒരു റോപ്പ് ഇട്ട് നമ്മൾ കയറിപ്പോയി, കയറി നമ്മളോട് എത്തിയപ്പോൾ ഈ ഒരു കമ്പ് മുറിച്ചിട്ട് പോകണമെങ്കിൽ അങ്ങനെ മുറിച്ച് നമുക്ക് കട്ട് ചെയ്ത് പോകാം. ഇവിടെ നിന്നും കട്ട് ചെയ്ത് പോവാം. മുറിക്കാതെ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ ഈ സെക്കൻഡ് റോപ്പ് വരുന്നതിനെ ഇതിൻ്റെ മുകളിൽ കൂടെ കമ്പിൻ്റെ മുകളിൽ കൂടെ ഇടാം. കമ്പിൻ്റെ മുകളിൽ കൂടെ ഇട്ട് ഇതിനെ ടൈറ്റ് ചെയ്തിട്ടാൽ അതവിടെ നിന്നുള്ളൂ. ഇതിനെ ഊരി ഇട്ടാൽ നമുക്ക് അവിടെ നിന്ന് മുകളിലേക്ക് കയറി പോകാം. ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും വെറുതെ ഇങ്ങനെ വലിച്ചാൽ ഇത് ലൂസാവും. ഇത് ടൈറ്റ് ചെയ്യാനായിട്ട് നമ്മൾ കയറിട്ടാൽ അവിടെ നിന്നോളും. ഇതെവിടെയും പോവില്ല, കെട്ട് ലോക്കായിട്ട് അവിടെ നിൽക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ റോപ്പിനെ കൊണ്ട് വേറെ ഉപയോഗങ്ങളുണ്ട്. നമ്മളിപ്പോൾ പനയിലൊക്കെ കയറി പോകുന്നതാണ്. ഇപ്പോൾ പനയിൽ കയറാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഇത് ചോദിക്കുന്നതിനാണ്. പനയിലായാലും നമുക്ക് എന്തെങ്കിലും കയറാൻ കഴിയുന്നത് തന്നെയാണ്. നമുക്ക് ഈ റോപ്പിനെ ഇങ്ങനെ സപ്പോർട്ടിൽ ഇതിലിടാം. ഇതിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് ഇതിനെ മരത്തിൻ്റെ അളവിൽ ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ സേഫായിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും കയറിപ്പോകണം, ഉണങ്ങിയ മരത്തിലോ അല്ലെങ്കിൽ പനയിലോ കയറി പോകുമ്പോൾ ഇതേമാതിരി റോപ്പ് സപ്പോർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങാനും വല്ല സ്ലിപ്പിങ്ങോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ അതിൽ വന്ന് ലോഡായിട്ട് അവിടെ തൂങ്ങിക്കിടക്കുള്ളൂ. താഴെ പോകില്ല. അവിടെ നിന്ന് വീണ്ടും നമുക്ക് എണീറ്റിങ് ആയിട്ട് നമുക്ക് കണ്ട് വർക്ക് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ജെർക്കിങ് വരുന്നിടത്തൊക്കെ അങ്ങനെ ഇടുമ്പോൾ ഈ രീതിയിൽ റോപ്പ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാം. ഇതിന് എത്ര വണ്ണത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു അരക്കയറിനെ സാധാരണ ഇടുന്ന രീതിയിൽ അത് വിടാം. ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും.